ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനൊരു ഗാഡ്ജറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഗാഡ്ജറ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് പറയാം. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഐപാഡാണ്. ഇത് ഐപാഡിൻ്റെ 9th ജനറേഷനാണ്. സോ ഇതിൻ്റെ ഈ കളർ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ, ഗ്രേ കളറ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. പിന്നെ ലേഡീസൊക്കെ ആണെങ്കിൽ ലേഡീസ് ബാഗുകളുണ്ടല്ലോ, ചെറിയ ലേഡീസ് ബാഗുകൾ സുഖമായിട്ട് കൊണ്ട് നടക്കാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 10.12 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഐപാഡുകളിൽ പുതിയ ജനറേഷനുകളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവൺ ദോ നമ്മുടെ പുതിയ ഫോണുകളിൽ പോലും ആ ഫീച്ചർ ഇല്ല. പക്ഷേ ഇത് 9th ജനറേഷൻ ആയതുകൊണ്ട് ഇതിൽ ആ ഫീച്ചർ ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഓക്കെ, സോ വയേർഡ് ഹെഡ്ഫോൺസും ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതൊരു വൈഫൈ ടാബാണ്. അതായത് സിം ഇടാൻ പറ്റില്ല, വൈഫൈ മാത്രമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നെറ്റ് നമുക്കിതിലേക്ക് അവൈലബിൾ ആകുന്നുള്ളൂ. അതുപോലെ 64 GB ആണ് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് വരുന്നത്. ഇതിൻ്റെ ക്യാമറയാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ക്യാമറ തന്നെയാണ്. ഞാൻ തുടക്ക കാലഘട്ടങ്ങളിൽ എൻ്റെ ഫോണൊക്കെ വാങ്ങിക്കുന്നതിന് മുൻപ് ഇതിലും വീഡിയോസ് എടുക്കാറുണ്ട്. സോ ഇതിലെ വീഡിയോസ് എടുക്കുന്നതും അടിപൊളി തന്നെയാണ്. പിന്നെ ഹോം ബട്ടണിൽ ഒരു ടച്ച് ഐഡിയും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ദെൻ ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റുഡൻസിനാണ് കൂടുതലായിട്ട് ഞാനിത് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പം ഞാൻ തന്നെ ആണെങ്കിലും ഞാൻ എൻ്റെ ക്ലാസ്സുകൾ കാണുന്നതിനാണ് കൂടുതലായിട്ട് ഐപാഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് 2024 2 വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത്. സോ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ക്ലാസ്സുകൾ കാണുക, PDF നോട്ട്സ് വായിക്കുക. ഇത് ഫോണിലായിരുന്നു മുൻപ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് കണ്ണിന് നല്ല സ്ട്രെയിൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മൾ PDF കാണുമ്പോഴോ അതുപോലെ വീഡിയോസ് കാണുമ്പോഴോ എനിക്ക് അത്ര സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നില്ല. ഫോണിൽ ഉപയോഗിക്കുന്ന അത്ര സ്ട്രെയിൻ എനിക്കിതിൽ ഫീൽ ചെയ്തില്ല. സോ എനിക്കിത് ക്ലാസ്സുകൾ കാണുന്നതിനായിരുന്നു പ്രധാനമായിട്ട് യൂസ്ഫുൾ ആയത്. അതുപോലെ സിനിമ കാണുന്നതിന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. യൂട്യൂബിലെ ക്ലാസ്സുകളും അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നതിനൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ PDF വ്യൂവർ എന്നുള്ള രീതിയിലും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ പൊതുവേ ഐഫോണൊന്നും വാങ്ങിക്കുമ്പോൾ കിട്ടാത്തൊരു സാധനം കൂടെ എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്നല്ലേ, ഇതിന് ചാർജർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആ പാക്കേജിൽ തന്നെ എനിക്ക് ചാർജർ ഉണ്ടായിരുന്നു. സോ അതും എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം. പിന്നെ ഇതിൽ നമ്മുടെ ആപ്പിളിൻ്റെ പെൻസിൽ, ഫസ്റ്റ് ജനറേഷൻ പെൻസിൽ ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്കിപ്പോൾ അതിൻ്റെ ഒരു യൂസേജ് വരുന്നില്ല, എനിക്ക് ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സ്മാർട്ട് കീബോർഡും ഇതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയാനാണെങ്കിൽ സ്റ്റോറേജിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ഈവൺ ദോ സ്റ്റോറേജ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനാണെങ്കിലും PDF പിന്നെയും ഡൗൺലോഡ് ചെയ്യാനാണെങ്കിലും എനിക്ക് പറ്റുന്നുണ്ട്. ഈവൺ ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. ബട്ട് സ്റ്റിൽ യൂസേജ് എനിക്ക് പഴയ പോലെ തന്നെ പറ്റുന്നുണ്ട്. എന്നാലും ഈ ഒരു സ്റ്റോറേജ് ഇഷ്യൂ മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. ഡിസ്പ്ലേ ആണെങ്കിലും ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. സോ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കൊരു ക്ലാസ് കാണുക, PDF വായിക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രൈം പർപ്പസ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വാങ്ങിക്കാം. ഇനി ഇത് വാങ്ങിക്കേണ്ട കൃത്യമായിട്ടുള്ള സമയം, നിങ്ങൾക്ക് ഓഫറിൽ ഇത് എപ്പോൾ കിട്ടും എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാനിത് 2 വർഷം മുന്നേ 2024 വാങ്ങിച്ചത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് വന്ന സമയത്തായിരുന്നു. സോ ബിഗ് ബില്യൺ ഡേയ്സ് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഗാഡ്ജറ്റ്സിനൊക്കെ നല്ല വിലക്കുറവായിരിക്കും. അപ്പോൾ ആ സമയത്താണ് ഞാനിത് വാങ്ങിച്ചത്. 22,000 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് ശരിക്കും എനിക്ക് ഭയങ്കര ലാഭത്തിലാണ് ആ ടൈമിൽ കിട്ടിയത്. സോ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് തന്നെയാണിത്. സോ കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരാം. എൻ്റെ കയ്യിലുള്ള മറ്റ് ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അത്രയേ ഉള്ളൂ. ബൈ ബൈ.